അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണഗതിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ കരച്ചിലൂടെയാണ് ലോകത്തോട് സംവദിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞാണ് അവർ ഓരോ വാക്കുകൾ ഉച്ചരിച്ചു തുടങ്ങുന്നത്. എന്നാൽ പിറന്നയുടനെ ഒരു പിഞ്ചു പൈതലായിരിക്കെ തന്നെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അത്ഭുതകരമായി സംസാരിച്ച ചില കുഞ്ഞുങ്ങളെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെ വിസ്മയിപ്പിച്ച ആ കുരുന്നുകൾ ആരൊക്കെയായിരുന്നു? അവർ എന്താണ് സംസാരിച്ചത്? ആ അത്ഭുത ചരിത്രത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മെ കൊണ്ടുപോകുന്നത്. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. തൊട്ടിൽ വെച്ച് സംസാരിച്ച പിഞ്ചു പൈതങ്ങളിൽ ഒരു 10 കുട്ടികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. മഹാനായ ഇബ്നു സുഹാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിച്ച ഉടനെ തന്നെ തൊട്ടിൽ വെച്ച് സംസാരിച്ചു. ആദ്യമായി നബി തങ്ങൾ സംസാരിച്ച വാചകം അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നതായിരുന്നു. തൊട്ടിൽ വെച്ച് സംസാരിച്ച പിഞ്ചു കുഞ്ഞുങ്ങളിൽ രണ്ടാമത്തേത് യഹ്യ അലൈഹിസ്സലാമാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹ്യ നബി അലൈഹിസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്ന് മഹാനായ വഹാഖ് റളിയല്ലാഹു അൻഹു തൊട്ട് സഅലബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി ചരിത്രത്തിൽ കാണാം. മൂന്നാമത്തെ കുഞ്ഞ് ഈസാ നബി അലൈഹിസ്സലാമാണ്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം. തൊട്ടിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ച സംഭവം എല്ലാവർക്കും അറിയുന്നതും പ്രസിദ്ധമായ സംഭവമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭർത്താവില്ലാതെ ഗർഭിണിയായ മഹദിയാണ്. മഹദി അവர்கள் പ്രസവിക്കുമ്പോൾ മലമുകളിൽ കയറി പ്രസവിച്ച് അവിടുന്ന് തൻ്റെ സമൂഹത്തിലേക്ക് കൈക്കുഞ്ഞുമായി പിടിച്ചു വരുന്നൊരു സംഭവം വളരെ പ്രസിദ്ധമാണ്. മഹദി അവர்களോട് ആ നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഉപ്പ എന്ത് നല്ല ഉപ്പയായിരുന്നു, നിങ്ങളെ ഉമ്മ ഒരു വേശ്യ പെണ്ണു നല്ലൊരു മഹദിയായിരുന്നു, പക്ഷെ നിങ്ങളെങ്ങനെ ഈ വേശ്യയായി പോയത് എന്ന് ചോദിച്ച് മറിയം ബീവിയെ വളരെ പ്രയാസപ്പെടുത്തിയ സമയത്ത് മറിയം ബീവി അവിടുന്ന് ഒന്നും പറഞ്ഞില്ല. മറിയം ബീവി നേരെ ചെറിയ കുട്ടിയിലേക്ക് ഇഷാറത്താക്കിയിട്ട് അതിനോട് ചോദിച്ചോളൂ എന്ന നിലക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ, ഈ ചെറിയ കുട്ടി ഇപ്പൊ പ്രസവിച്ച കുഞ്ഞ് സംസാരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ നാട്ടുകാർ പറഞ്ഞപ്പോൾ ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅൽനി നബിയ്യ എന്ന് തൊട്ടിൽ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം സംസാരിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹ് എന്നെ നബിയാക്കിയിട്ടുണ്ട്, എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം സംസാരിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഈസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിൽ വെച്ച് 3 പ്രാവശ്യമാണ് സംസാരിച്ചത്. പിന്നീട് സാധാരണ കുട്ടികൾ സംസാരിക്കുന്ന പ്രായം എത്തിയിട്ടാണ് ഈസാ നബി സംസാരിച്ചിട്ടുള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നാലാമത്തെ കുഞ്ഞ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ബഗവി ഇമാമ് തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അഞ്ചാമത്തെ കുഞ്ഞ് മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാമാണ്. ആറാമതായി ചെറുപ്രായത്തിൽ സംസാരിച്ച കുഞ്ഞ് മുബിരി ജുറൈജ് എന്ന് അറിയപ്പെടുന്ന ഒരു കുഞ്ഞാണ്. ഈ സംഭവം വളരെ പ്രസിദ്ധമാണ്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ ആബിദായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യാൻ അദ്ദേഹം ഒരു കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂടാരത്തിൽ എപ്പോഴും അവിടെ നിസ്കാരമായി കഴിഞ്ഞുകൂടി മഹാനവർ വലിയൊരു ആബിദായ മനുഷ്യനായിരുന്നു. ഒരു ദിവസം മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാന്റെ ഉമ്മ വന്നു. ഉമ്മ വന്നിട്ട് യാ ജുറൈജിനെ വിളിച്ചു. പക്ഷെ മഹാൻ നിസ്കരിക്കുകയായിരുന്നു. മഹാൻ നിസ്കരിച്ചപ്പോൾ ഉമ്മാന്റെ വിളി കേട്ടു. അപ്പൊ മഹാൻ ചിന്തിച്ചു, റബ്ബേ, ഞാൻ നിസ്കാരം പൂർത്തീകരിക്കുകയാണോ വേണ്ടത്, അല്ല ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യാണോ വേണ്ടത്? എന്തായാലും മഹാനവറുകൾ നിസ്കാരം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. നിസ്കാരം പൂർത്തീകരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പോയിട്ടുണ്ടായിരുന്നു. 2ാം ദിവസവും ഉമ്മ മോനെ കാണാൻ വന്നു. അപ്പോഴും മഹാനായ ജുറൈജ് റളിയല്ലാഹു നിസ്കാരത്തിലാണ്. അപ്പോ മഹാനവറുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു, യാ ജുറൈജ്. അപ്പോഴും മഹാൻ ചിന്തിച്ചു, ഉമ്മാന്റെ വിളിക്ക് ഉത്തരം നൽകണോ വേണ്ടത്, അല്ല നിസ്കാരം പൂർത്തീകരിക്കാണോ വേണ്ടത്? മഹാനവറുകൾ നിസ്കാരം പൂർത്തീകരണ തെരഞ്ഞെടുത്തു. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പോയി. അങ്ങനെ 3ാം ദിവസവും ഉമ്മ വന്നു. അപ്പോഴും മഹാനവറുകൾ നിസ്കാരത്തിലാണ്. അപ്പോഴും ഉമ്മ വിളിച്ചു, യാ ജുറൈജ്.
അപ്പം മഹാൻ ചിന്തിച്ചു, ഞാൻ ഉമ്മാക്ക് ഉത്തരം കൊടുക്കുകയാണോ വേണ്ടത്, അല്ല നിസ്കാരം പൂർത്തീകരിക്കുകയാണോ വേണ്ടത്? എന്തായാലും നിസ്കാരം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. നിസ്കാരം പൂർത്തീകരിച്ചു. അപ്പോ മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഉമ്മ അപ്പോഴേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ ലാ തമുതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. അല്ലാഹുവേ, എൻ്റെ മോൻ ജുറൈജിനെ ഒരു വേശ്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ടല്ലാതെ നീ മരിപ്പിക്കരുത്. അങ്ങനെ ദുആയിരുന്നു. ആ ദുആയിട്ട് ഉമ്മ പോയി. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായി നമ്മുടെ ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ ആരാധകനാണ്, നിസ്കരിക്കുന്ന ആളാണ്, ഒരുപാട് നിസ്കരിക്കുന്നു, അങ്ങനെയൊക്കെ ജനങ്ങളുടെ വലിയ സംസാരമായി. അങ്ങനെ ഒരു ദിവസം ഒരു വേശ്യയായ പെണ്ണ് നല്ല സുന്ദരിയായി ചമഞ്ഞുകൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന കൂടാരത്തിനടുത്ത് എത്തി. അങ്ങനെ ഈ വേശ്യയായ പെണ്ണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ആ പെണ്ണ് അനുരക്തയാവുകയും ജുറൈജ് റളിയല്ലാഹു അൻഹുമായി സമീപിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്തേക്ക് തിരിഞ്ഞെന്നെ നോക്കിയില്ല. അപ്പോൾ ഈ പെണ്ണ് ദേഷ്യായി, ഞാൻ ഇത്രയും സുന്ദരിയായി വന്ന് ഇത്രയും നല്ല അണിഞ്ഞൊരുങ്ങി വന്നിട്ട് എന്നെ മെയിൻറ്റ് പോലും ചെയ്തില്ലല്ലോ, ഇതിന് പ്രതികാരം ചെയ്യണം എന്ന് വിചാരിച്ച് ആ പെണ്ണ് കുറച്ചതിലിങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു ആട്ടിടയുണ്ടായിരുന്നു. ആ ആട്ടിടയനോട് സംസാരിച്ചു, ആട്ടിടയനുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ആ പെണ്ണ് പോയി. പിന്നെ ആട്ടിടയുമായി ബന്ധപ്പെട്ട് ഈ പെണ്ണ് ഗർഭിണിയായി. അവൾ പ്രസവിച്ചു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഈ കുട്ടി ആരുടേതാണ്? ആ പെണ്ണ് ഉടനെ പറഞ്ഞു, ഇത് ജുറൈജിൻ്റെ കുട്ടിയാണ്. അപ്പം നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഇളകി മറിഞ്ഞു. നമ്മുടെ ആരാധനയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജുറൈജ് ഇങ്ങനെ വേശ്യാപെണ്ണുമായി ബന്ധപ്പെടുകയോ? എല്ലാവരും അളകി ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റിനടുക്കെത്തി അദ്ദേഹത്തെ വലിച്ചിട്ടു, ടെന്റ് അടിച്ച് പൊളിച്ചു. അദ്ദേഹത്തെ എല്ലാവരും കൂടെ അടിച്ച് മർദ്ദിച്ചു. അപ്പൊ ആ സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല എന്തിനാണ് എന്നെ അടിക്കണത്, എന്താണ് കാര്യം? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇജല്ലേ ആ വേശ്യയെ വ്യഭിചരിച്ചത്, ആ വേശ്യ ഗർഭം ധരിച്ചു, ആ വേശ്യ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ അതിന് മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊന്ന് അല്പം ക്ഷമിക്ക്, ഞാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞു എണീറ്റ് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. ജനങ്ങൾ ചുറ്റും നിൽക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിയുടെ അടുത്തേക്ക് പോയി കുട്ടിയുടെ വയറ്റിന് ഒരു കുത്തു കൊടുത്തു. ചെറിയ കുട്ടിയാണ്, പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ വയറ്റിന് ഒരു കുത്തു കൊടുത്തു മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ കുട്ടിയോടും കൂടി ചോദിച്ചു, യാ ഗുലാം മൻ അബൂക, ഓ കുട്ടിയെ എൻ്റെ വാപ്പാരാണ്. അപ്പൊ ആ ചെറിയ പൈതൽ സംസാരിച്ചു, ഫുലാനുർ റായി, ആ ആട്ടിടയാനായ മനുഷ്യനാണ് എൻ്റെ ഉപ്പ. ഇതങ്ങ് കേട്ടപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അവര് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചു. അവരെല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു. അങ്ങനെ ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി. ചെറിയ പ്രായത്തിൽ സംസാരിച്ച കുഞ്ഞുങ്ങളിൽ 7ാമത്തെ കുഞ്ഞ് മഹാനായ ഷാഹിദ് യൂസുഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമും സലീഹയും തമ്മിൽ നടന്ന ആ ചെറിയ പ്രശ്നത്തിലെല്ലാം സാക്ഷിയായിരുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ആ കുട്ടി വെറും 2 മാസം തികഞ്ഞൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി സംസാരിച്ചു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. 8ാമത്തെ കുഞ്ഞ് ഉഹ്ദൂദ് സമൂഹത്തിലെ കുട്ടിയാണ്. ഉഹ്ദൂദ് സംഭവം നമുക്ക് വളരെ പ്രസിദ്ധമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് 70 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അവിടുത്തെ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഞാനാണ് അള്ളാഹ്, എല്ലാവരും എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു ദൈവമായി നിന്നിരുന്ന ആളാണ് അവിടുത്തെ രാജാവ്. ആ രാജാവ് അവിടെ അബ്ദുല്ലാഹ് ഇബ്നു താമിർ എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞിനെ കൊന്നപ്പോൾ അതിൻ്റെ വലിയ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു താമിർ എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ കൊന്നപ്പോൾ ആ നാട്ടിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു, സത്യവിശ്വാസം സ്വീകരിച്ചു. അപ്പോൾ അതിന് രാജാവ് അവർക്ക് കൊടുത്ത ശിക്ഷയായിരുന്നു ഒരു വലിയ തീക്കുണ്ടാരുണ്ടാക്കി അതിലേക്ക് എല്ലാവരെയും കൊടുന്ന് എറിഞ്ഞ് കത്തിച്ച് കളയുക. അങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ അതിലേക്ക് എറിഞ്ഞ് കത്തിക്കുന്നു. അങ്ങനെ അവസാനം ഒരു സ്ത്രീയിലെത്തി. ആ സ്ത്രീയുടെ മാറിടത്തിൽ ചെറിയൊരു കുഞ്ഞുണ്ടായിരുന്നു, മുലകുടി പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ആ സ്ത്രീ കെട്ടിപ്പിടിച്ച് തീയിലേക്ക് ചാടാൻ വേണ്ടി പോയപ്പോൾ റബ്ബേ എൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു പോകലോ മരിക്കുമല്ലോ എന്ന് ചിന്തിച്ച പെണ്ണ് പ്രയാസപ്പെട്ടൊന്ന് കാല് ബാക്കോട്ട് വെച്ചു.
അപ്പോൾ ആ കുട്ടി, ആ ചെറിയ മുല കുടിക്കുന്ന കുട്ടി സംസാരിച്ചു. യാ ഉമ്മ ഇസ്ബിരി ഫൈന്നക അൽ ഹഖ്. ഓ ഉമ്മ, നിങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക, നിങ്ങൾ സത്യത്തിന്റെ മേലാണ്, അതുകൊണ്ട് തീയിലേക്ക് എടുത്തു ചാടൂ എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ആ ഉമ്മ കുട്ടിയെ പിടിച്ച് തീയിലേക്ക് എടുത്തു ചാടി. 9ാമത്തെ കുട്ടി, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം. ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടിയാണ്, മുലകുടി പ്രായമുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ മുന്നിലൂടെ ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ കടന്നുപോയി. അയാളെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല ശരീര ആകാരമുണ്ട്, മാത്രമല്ല നല്ല ശക്തിയും കൂവത്തുമുള്ള ആളാണ്. അപ്പോൾ ഉമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജഅൽ ബിനി മിസ്ല ഹാദാ, റബ്ബേ എൻ്റെ കുട്ടിനെയും ഇതുപോലെ ആക്കണമേ. അപ്പ മുല കുടിക്കുന്ന കുഞ്ഞ് മുലയിൽ നിന്നും വായെടുത്തു. എന്നിട്ട് ഉമ്മാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു, അല്ലാഹുവേ അയാളെ പോലെ എന്നെ ആക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുട്ടി വീണ്ടും മുല കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. അവര് എല്ലാവരും ഒരു പെണ്ണിനെ പിടിച്ച് അടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് അവര് പിടിച്ച് പറയുന്നുണ്ട്, ഈ പെണ്ണ് സിന ചെയ്തവളാണ്, ഈ പെണ്ണ് കട്ടെടുത്തവളാണ് എന്ന് പറഞ്ഞ് അവരിങ്ങനെ അടിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ ആ പെണ്ണ് പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന് മാത്രമാണ് ആ പെണ്ണ് പറയണത്. ജനങ്ങൾ വിളിച്ച് പറയുന്നു, ഇവള് കട്ടു വിചരിച്ചു എന്ന് പറഞ്ഞാൽ അടിച്ച് എല്ലാവരും അടിച്ചിങ്ങനെ കൊണ്ടുപോവാണ്. ആ സമയത്ത് ഈ ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ബിനി മിസ്ലഹ, അല്ലാഹുവേ എൻ്റെ മകനെ ഇവനെ പോലെ ആക്കല്ലേ, ഇവളെ പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ കുട്ടി വായെടുത്തു, ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ, അല്ലാഹുവേ ഇവളെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യം കൊണ്ടുവന്ന് നല്ല സൗന്ദര്യമുള്ള ശക്തിയുള്ള ആളെ കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞു, അവനെ പോലെ കുട്ടിയെ ആക്കണേ പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, എന്നെ ആക്കരുത്. അതിന് കാരണം പണ്ഡിതന്മാർ പറയുന്നു, അയാള് അക്രമിയായ മനുഷ്യനായിരുന്നു എന്നാ. അപ്പൊ അയാളുടെ സ്വഭാവത്തിലേക്ക് കുട്ടിയായി പോവും. അതുകൊണ്ട് കുട്ടി പറഞ്ഞു ആക്കരുത്. രണ്ടാമത് ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ പെണ്ണ് വ്യഭിചരിച്ചു, കട്ടെടുത്തു എന്ന് പറഞ്ഞ അടിക്കാണല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ പെണ്ണിനെ പോലെ എന്റെ കുട്ടി ആക്കരുത് എന്ന് പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു, അവളെ പോലെ എന്നെ ആക്കണം എന്ന്. അത് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നു, ആ പെണ്ണ് യഥാർത്ഥത്തിൽ നല്ലൊരു പെണ്ണായിരുന്നു. ആ പെണ്ണ് വ്യഭിചരിച്ചിട്ടുമില്ല, ആ പെണ്ണ് മോഷ്ടിച്ചിട്ടുമില്ല. പക്ഷെ ജനങ്ങൾ ആരോപിച്ച് ആ പെണ്ണിനെ മർദ്ദിക്കുകയാണ്. അതുകൊണ്ട് നല്ല പെണ്ണായതുകൊണ്ട് ഈ കുട്ടി പറഞ്ഞു, അവളെ പോലെ എന്നെ ആക്കണമേ. ചെറുപ്പത്തിലെ സംസാരിച്ച കുഞ്ഞുങ്ങളിൽ 10ാമത്തെ കുട്ടി നമ്മുടെ ഫിർഔനിന്റെ മകളുടെ മാഷിത്ത, മുടിയൊക്കെ ചീ കൊടുക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, മാഷിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന പെണ്ണ്. ആ മഹദിയുടെ കുട്ടിയാണ് 10ാമത്തെ ചെറുപ്പത്തിൽ സംസാരിച്ച കുട്ടി. ഇൻഷാ അല്ലാ ആ കുട്ടി സംസാരിച്ച സംഭവവും അത് വിശദീകരിക്കുന്ന ഹദീസും ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.